ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്രകാരം കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകാലം ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് പുതുപ്പള്ളിയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ കർത്തദാസൻ എബ്രഹാം ജേക്കബ് അവർകളാണ്. പ്രിയ കർത്തദാസനെ എല്ലാ സ്നേഹത്തോടെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ എബിച്ചായനെയും അതുപോലെ സന്തോഷായനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായിട്ട് പേരുക്കടയിൽ അംഗമായിരിക്കുന്ന സഭാംഗമായിരിക്കുന്ന പ്രിയ ജേക്കബ് അങ്കിളിനെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവെ ഞങ്ങൾ കൂടി വരുവാനും കർത്താവെ ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി നന്ദി കരയേറ്റുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, പാട്ടുപാടുന്ന സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വചനം ശുശ്രൂഷിക്കുന്ന എൻ്റെ മകനെയും കർത്താവെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങളാൽ കർത്താവെ സംതൃപ്തി പ്രാപിച്ച് പിരിഞ്ഞു പോകുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ അധികമായിട്ട് സഹായിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കണമേ. കർത്താവെ, ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയെ കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണമേ. ഇതിൽ കൂടെ കർത്താവെ ദേശത്തുള്ളവർക്ക് അധികമായിട്ട് ക്രിസ്തുവിനെ അറിയുവാനും സ്നേഹിപ്പാനും തക്കവണ്ണം കർത്താവെ കാരണമാകണമേ. ഇനിയും വരുവാനുള്ളൊരു തക്ക സമയത്ത് വന്നു ചേരുവാനും കർത്താവെ ഇപ്പോൾ കർത്താവെ അധികമായിട്ട് നിറയുവാൻ തക്കവണ്ണം കർത്താവെ ആൾക്കാരെ കൂട്ടി വരുത്തണമേ. അങ്ങനെ കർത്താവിൻ്റെ മഹത്വം വിളമ്പുന്നിടത്ത് കർത്താവെ അനേകർ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകാരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തുതി സ്തോത്രം സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ. താങ്ക് യു അങ്കിൾ. ഇനിയുള്ള അല്പസമയം നമുക്ക് അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുന്നതിനുള്ള സമയമാണ്. ഗാനങ്ങൾ കേൾക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഏറ്റുപാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആദ്യമായി നമുക്ക് അനുഗ്രഹീതമായ ഒരു ഗാനം കേൾക്കാം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. നമ്മുടെ രക്ഷകനായ, നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവ്, അവൻ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാൽവറി ക്രൂശിൽ മരിക്കുകയും അങ്ങനെ നമുക്ക് ലഭിച്ച ആ രക്ഷയോർത്തൊക്കെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ കർത്താവ് സ്വർഗസിംഹാസനം വിട്ട് ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ താൻ ദാസരൂപമെടുത്ത് താൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്നാണ് നാം ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത്. ആ ആശയങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമായതുകൊണ്ട് നമുക്ക് കഴിയുന്ന നിലയിൽ അത് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രിയ സഹോദരൻ എബി പാറയിൽ അവർകൾ ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരനെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുന്നു. യേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു.
സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. തള്ളയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. തള്ളയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണു നിറയുന്നൻ രക്ഷകനെ. ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണു നിറയുന്നൻ രക്ഷകനെ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പാപം ചെയ്യാതെ കാവൽ ചെയ്തിടുവാൻ സർവേശ കയ്യിലേൽപ്പിക്കുന്നേ. പാപം ചെയ്യാതെ കാവൽ ചെയ്തിടുവാൻ സർവേശ കയ്യിൽ ഏൽപ്പിക്കുന്നേ. രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെൻ്റെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെൻ്റെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ കൊട്ടാരക്കരയുള്ള കർത്താവിന്റെ ദാസൻ എന്ന നിത്യതയിൽ വിശ്രമിക്കുന്ന ടി.ഒ. ചാക്കോസ് അവറുകൾ എഴുതിയ ഒരു ഗാനമാണ് എന്നിനി വന്നിടും എന്ന് തുടങ്ങുന്ന ഗാനം. നമ്മുടെ ആത്മീയത്തിൽ പല ഗാനങ്ങൾ കർത്താവിന്റെ ദാസൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മധ്യത്തിലെ ഒരു സാഹിത്യ വിശാരദായിരുന്നു.
നല്ലൊരു പണ്ഡിതനായിരുന്നു, ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. കർത്താവിന്റെ ദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം എഴുതിയ ഒരു ഗാനമാണ് നമ്മുടെ പാടുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കേൾക്കാം. വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാം ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ എന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ. സത്യമനോഹരനാം മണാള തുൽക്കര ശീതളതന്നൽ സത്യമനോഹരനാം മണാള തുൽക്കര ശീതളതന്നൽ എന്നിനി വീശും ചുടുനീർ ചുടിയും എന്നിനി വീശും ചുടുനീർ ചുടിയും കണ്ണുകളെ കഴുകാനായി ആ കണ്ണുകളെ കഴുകാനായി ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ. എന്തിനി താമസം വരുവാൻ പ്രിയ വെന്തുരുകുന്നഗതാ എന്തിനി താമസം വരുവാൻ പ്രിയ വെന്തുരുകുന്നഗതാ കാന്താനിൻ കാന്തി ചിന്തിടും മുഖം കണ്ണ് കാന്താനിൻ കാന്തി ചിന്തിടും മുഖം കണ്ണ് അന്തരംഗം കുളിർത്തിടാൻ എൻ അന്തരംഗം കുളിർത്തിടാൻ എന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ.
പൊന്നുഷസുതിക്കും നീതി ദിവാകരം കിരണം ചൊരിയും നീളേ പൊന്നുഷസുതിക്കും നീതി ദിവാകരം കിരണം ചൊരിയും നീളേ കഷ്ടത തീരും കണ്ണുനീർ തോരും കഷ്ടത തീരും കണ്ണുനീർ തോരും സഞ്ജനം കൂടെന്നും വാഴും ആ നിത്യസന്തോഷത്തിൽ വാഴും എന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ എന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ. ഞങ്ങൾ ഇതുവരെ വരുവാൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ യേശുവേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ യേശുവേ യഹോവ റാഫയായി രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി
കൃപയാണീ ബലമല്ല നിൻ ദയയാണേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. നീ മാത്രം എൻ യേശുവേ. കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽഷഡായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസറൻ ദൈവമേ എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസറൻ ദൈവമേ എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. നീ മാത്രം എൻ യേശുവേ. എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. യഹോവ ഇരയായി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. എപ്പോഴും എന്നെ കാണുന്ന എൽറോഹിയൻ സ്നേഹക്കൊടിയേ എപ്പോഴും എന്നെ കാണുന്ന എൽറോഹിയൻ സ്നേഹക്കൊടിയേ. കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. നീ മാത്രം എൻ യേശുവേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മളെല്ലാവരെയും ആരാധനയിലേക്ക് പ്രേരിപ്പിച്ച അനുഗ്രഹീതമായ
ഗാനങ്ങളാണ് നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഇപ്പോൾ പാടിക്കേട്ടതുപോലെ നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ മുഖാന്തരമാണ് നാം നമുക്ക് ഇവിടെ വരെ എത്തുവാനായിട്ട് സാധിച്ചത്. പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ആ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയുള്ള അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാനുള്ള സമയമാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താസൻ എബ്രാം ജേക്കബ് അവർകൾ ഇന്ന് നമുക്ക് വേണ്ടി വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. പ്രിയ കർത്താസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീർഘവർഷങ്ങൾ, പ്രത്യേകിച്ച് പുതുപ്പള്ളി പ്രധാന അസംബ്ലിയുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി വിവിധ നിലകളിൽ അധ്വാനിക്കുവാൻ, അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം തന്നെ എടുത്തുപയോഗിച്ചു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായ അനേക ശുശ്രൂഷകൾ താൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്തു. നമ്മുടെ പല യൗവനക്കാരോടും ചോദിച്ചാൽ അവരെ എല്ലാവരെയും രക്ഷയിലേക്ക് നയിച്ചത് പ്രിയ കർത്തദാസൻ സുവിശേഷം പറഞ്ഞിട്ടാണ് എന്നുള്ള സാക്ഷ്യം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ വിധത്തിൽ അനേകരെ കഴിഞ്ഞ നാളുകളിൽ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, രക്ഷയിലേക്ക് നയിക്കുവാനൊക്കെ ദൈവം തന്നെ എടുത്തുപയോഗിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയുള്ള അല്പസമയം വളരെ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ കർത്താസിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ TBFൻ്റെ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവിന് നമ്മളോട് സംസാരിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മുഖവരെയൊന്നും കൂടാതെ തന്നെ ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. റോമർക്ക് എഴുതിയ ലേഖനം റോമർ 12:2-11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഉച്ചത്തിരുന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 2 and 11-17. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതെ, 11-17 വരെയുള്ള വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. താങ്ക് യു സന്തോഷ്. ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അവർ എപ്രകാരമായിരിക്കണം എന്നുള്ളതിൻ്റെ ചില വിശേഷണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഒന്നിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എപ്രകാരമായിരിക്കണം? ദൈവത്തിന് വളരെ ആഗ്രഹവും ആശയും പ്രതീക്ഷയുമുണ്ട് തൻ്റെ മക്കളെക്കുറിച്ച്. നാം ഒക്കെ എപ്രകാരം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു വലിയ പ്രതീക്ഷയുണ്ട് നമ്മുടെ കർത്താവിന്. ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരുകയെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ദാവീദ്. ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരുകയെന്ന് വെച്ചാൽ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക. അല്ലെങ്കിൽ പ്രഭാതം ആരംഭിക്കുമ്പോൾ ഗോഡ്സ് വേർഡ് ഫസ്റ്റ് വേർഡ്, അതിനൊരു ഷോർട്ട് ഫോമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ഞാനിങ്ങനെ പറയട്ടെ, GWFW, ഗോഡ്സ് വേർഡ് ഫസ്റ്റ് വേർഡ്. ഭക്തനായ ഗാനരചയിതാവ് ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം, ദർശിച്ച നരനൊരു
ഒരു കുറവും ഉണ്ടാവോ? ഇല്ല. ഒരു പരിമിതികളോ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. ആദ്യം തന്നെ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ദിവസം ആരംഭിച്ചാൽ അതെത്ര അനുഗ്രഹമായിരിക്കും. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച വാക്യത്തിൽ 12:2, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നു തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ കർത്താവ് ഉപയോഗിക്കും. അപ്പം ഗോഡ്സ് വേർഡ്, ഫസ്റ്റ് വേർഡ് GWFW. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞ് ഉറങ്ങുവാൻ പോകുമ്പോഴോ ഗോഡ്സ് വേർഡ്, ലാസ്റ്റ് വേർഡ് GWLW. അപ്പോൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തിനാണ് ഒന്നാം സ്ഥാനം. നിമിഷം തോറും കർത്താവിനോടൊപ്പം നടക്കുക. കർത്താവിന് അപ്രീതി ഉണ്ടാക്കുന്നതൊന്നും നമ്മുടെ വായിൽ നിന്നോ ചിന്തയിൽ നിന്നോ നോട്ടത്തിൽ നിന്നോ വരാതിരിക്കാൻ തക്കൊണ്ട് നമ്മൾ തന്നെ സൂക്ഷിക്കുക. അതുമാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 6:9 വായിക്കുന്നുണ്ട്, ഒരു വ്യക്തി ദൈവത്തോട് കൂടെ നടന്നുവെന്ന്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ വ്യക്തിയാണ്. ആരാ? നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദൈവത്തോട് കൂടെ നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. കൂടെ നടക്കണമെങ്കിൽ തമ്മിൽ ഒത്തിട്ടല്ലാതെ നടക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പം ഉൽപ്പത്തി 6:9 വായിക്കുന്ന നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ കഴിയുന്നവർക്ക് ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തോട് കൂടെ നടക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദൈവകൃപ ലഭിച്ചവരായിരിക്കണം. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് മാത്രമേ, അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വീണ്ടും നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി 6:8 ഒന്ന് വായിക്കാമോ? ജെനസിസ് ചാപ്റ്റർ 6:8. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഒന്ന് വായിക്കുക. അതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെയുള്ള വാക്കുകളാണല്ലോ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതെ, നോഹയ്ക്ക് യഹോവയുടെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഈ കൃപ നമുക്ക് എങ്ങനെ സാധിക്കും? എങ്ങനെ ലഭിക്കുന്നത് എങ്ങനെയാ? 1 പത്രോസ് 5:5 നാം വായിക്കുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ആ കൃപ എന്ന് പറയുന്നത് ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസാണ്. ദൈവത്തിൻ്റെ മൂല്യധനം യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ നാം അനുഭവിക്കുകയാണ്. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. ഇനി വേറൊരു വ്യക്തിയെക്കുറിച്ച് വളരെ സുപരിചിതമായ ഒരു വ്യക്തി നമുക്കറിയാവുന്ന ഒരാളുണ്ട്. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വാക്യങ്ങളിൽ ഹാനോക്കും ദൈവത്തോട് കൂടെ നടന്നു. നാം അപ്രകാരം ദൈവത്തോട് കൂടെ നടന്നാൽ നമ്മയും ദൈവം ഉപയോഗിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട് TBFൻ്റെ ഈ യോഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കാനായിട്ട്. ഞാൻ റാന്നിയിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അറിയുവാനായിട്ട് കേരളത്തിൻ്റെ തലസ്ഥാനത്ത് എത്തേണ്ടതായിട്ട് വന്നു. തിരുവനന്തപുരത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എനിക്കൊരു സെക്കൻഡ് ബർത്ത്ഡേ കിട്ടുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചാണ്. ഞാനെപ്പോഴും നന്ദിയോടെ ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഓർക്കും. അപ്പോൾ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ എന്നെ തന്നെ സമർപ്പിച്ച സ്ഥലമാണ് ട്രിവാൻഡ്രം. അതുമാത്രമല്ല, ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചതും ട്രിവാൻഡ്രത്ത് വെച്ചാണ്. കുന്നുകുഴി ബ്രദറൻ അസംബ്ലി, അതുപോലെ തന്നെ തിരുമല ബ്രദറൻ ചർച്ച്, ഇതൊക്കെ ഈ സഭകളൊക്കെ ആദ്യകാലങ്ങളിൽ എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവമക്കളുള്ള സഭകളാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, 1 പത്രോസ് 5:5 ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയുടെ കൃപ ലഭിച്ചു, ദൈവത്തിൻ്റെ മഹാദയ ചൊരിഞ്ഞു എന്നെ രക്ഷിക്കാനായിട്ട്. അത് മാത്രമല്ല, ഈ കൃപ നമുക്കെങ്ങനെ ലഭിക്കും? ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കെങ്ങനെ ലഭിക്കും? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഹാനോക്ക് താഴ്മയോട് ജീവിച്ചു, നോഹ താഴ്മയോട് ജീവിച്ചു, അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, നാം അപ്രകാരം ജീവിച്ചാൽ, നടന്നാൽ നമ്മെ ദൈവം ഉപയോഗിക്കും. അതിനുവേണ്ടി സമർപ്പിച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പകലായാലും രാത്രിയായാലും നമ്മുടെ ഏകാഗ്ര ചിന്ത കർത്താവിൽ മാത്രമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 2 തീമോഥെയോസിൽ ധന്യനായ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്. 2 തീമോഥെയോസ് 2:21. സന്തോഷപ്രദത്തിന് വായിച്ച് സഹായിക്കണേ എന്നെ. 2 തീമോഥെയോസ് 2:21. 2 Timothy chapter 2 verse 21. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. അതെ,
ഉടമസ്ഥന് ഉപയോഗപ്രദമായ മാനപാത്രമായിരിക്കണം. അങ്ങനെയുള്ളൊരു ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഉടമസ്ഥൻ ആരാ? നമ്മുടെ ഉടമസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ബോസ് ആരാ? JC ബോസ്. ഞാൻ സാധാരണ പറയാറുള്ളതാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ബോസ്. ഞാൻ കൽക്കട്ടയിൽ ജോലി ചെയ്ത സമയത്ത് എൻ്റെ ബോസ് ഒരു മാർവാടിയായിരുന്നു. മാർവാഡീസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ജെയിംസ് സർവീസുകൾക്ക് അറിയാം. ബ്ലഡ് സക്കേഴ്സാണ്. മലയാളികളെ കിട്ടിപ്പോയെങ്കിൽ അവർ അതിൻ്റെ ചാറൂടെ ഊറ്റിയെടുത്ത് ഇത്രയും കഷ്ടപ്പെടുത്തും അത്രയും കഷ്ടപ്പെടുത്തും, നല്ല ശമ്പളമൊക്കെ തരും. എന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് ഉപയോഗപാത്രമായ മാന്യപാത്രങ്ങളാണ് ഉടമസ്ഥന്. നമ്മുടെ ഉടമസ്ഥൻ ആരാ? ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്ത ആളാണ്. ഈ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വന്നു, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ്, 3 നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നിന്ന് ജീവിക്കുക. ഈ ദൈവം എന്നെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ഉപയോഗിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ദൈവത്തിനൊരു ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, എന്നെക്കുറിച്ചുണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചുണ്ട്. അപ്പം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കണം. അങ്ങനെയുള്ളൊരു ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധി ഭക്തിയുള്ളവരായി ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ തനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നിലയിൽ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. അവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ പാപങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായി നാം ജീവിക്കുക. നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെപ്പറ്റി ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ഇന്ന് സന്തോഷം പാടിയ പാട്ടിൽ നല്ല വരികളാണ്. അതിൽ ഈ കർത്താവ് എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ കർത്താവും രാജാതി രാജാവും, എൻ്റെ മാസ്റ്റർ, എൻ്റെ JC ബോസ്, എൻ്റെ ബോസ്, എൻ്റെ ഉടമസ്ഥൻ ആരാന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. ആരാ അവൻ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അവൻ ശോഭയേറിയ ഉദയ നക്ഷത്രമാകുന്നു, താഴ്വരയിലെ താമരയാകുന്നു. മാത്രമല്ല, ഈ ദൈവം ശാരോനിലെ റോസാപുഷ്പമാകുന്നു. ഈ ദൈവം 10,000 അതിശ്രേഷ്ഠനാകുന്നു. സർവാംഗ സുന്ദരൻ, രാജാതി രാജാവാകുന്നു. പിന്നെ കർത്താതി കർത്താവും, ആദ്യനും അന്ത്യനുമായവൻ, ഏകസത്യ ദൈവം. ഒരുപാട് വിശേഷണങ്ങൾ ആ പാട്ടിൽ പാടിയായിരുന്നു. നമ്മളെല്ലാം ആസ്വദിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. മാത്രമല്ല, ഈ ദൈവം നിത്യനാണ്. നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിത്യനാണ്, ആദി അന്തവുമില്ലാത്തവനാണ്, ഏകസത്യ ദൈവമാണ്. മാത്രമല്ല, സങ്കീർത്തനം 92 Psalms 90:2 എന്ന് വായിക്കാമോ? ഈ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ, എന്നെയും നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവം, ഹൂ ഈസ് ഹി? ഇവൻ ആരാണ്? പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ധന്യനായ പൗലോസ്ലീഹയാണ് വിവിധ നിലയിലുള്ള വിശേഷണങ്ങൾ ഈ കർത്താവിന് കൊടുത്തിരിക്കുന്നത്. 1 തീമോഥെയോസ് അതിൻ്റെ 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഈ കർത്താവ്, എന്നെയും നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കർത്താവ് ധന്യനായ ഏകാധിപതിയാണ്. വായിക്കാമോ? ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമൃത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ, തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. അതെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താതി കർത്താവ്, ധന്യനായ ഏകാധിപതി, ഈ രാജാവ് മൺതരികളായ നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. മലാക്കി 3:6 പ്രവാചകൻ പറയുകയാണ്: യഹോവയായ ഞാൻ മാറാത്തവൻ, അവൻ സർവശക്തനാണ്. ഈ ശക്തിയെ മനസ്സിലാക്കിയ ഇയ്യോബ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഈ രാജാതി രാജാവിൻ്റെ, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്, ഈ രാജാതി രാജാവിൻ്റെ ശക്തി സീമാതീതമാണ്, അതിരുകൾക്കൊക്കെ അപ്പുറമാണ്. നിനക്ക് അതുപോലെ തന്നെ ഇയ്യോബ് ഈ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇയ്യോബ് ഇങ്ങനെ പറയുകയാണ്: നിനക്ക് സകലവും കഴിയുമെന്നും നിനക്ക് കഴിയാത്ത കാര്യമൊന്നുമില്ല എന്നും, ദൈവത്താൽ കഴിയാത്ത കാര്യമൊന്നുമില്ല എന്നും ഇയ്യോബ് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവൻ സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. ഈ ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് പരിമിതികളില്ല. സ്തോത്രം. പരിമിതികളില്ല, അതിർവരമ്പുകളില്ല. സർവജ്ഞാനിയാണ്. കർത്താവിന് മറവായിട്ട് യാതൊന്നുമില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ പാട്ടിൻ്റെ 2-3 അടിയെ പാടട്ടെ. സർവശക്തനാണ് ദൈവം, സർവവ്യാപിയാണ് ദൈവം, സർവശക്തനാണ് ദൈവം, സർവവ്യാപിയാണ് ദൈവം, കണ്ണുനീർ കാണുമ്പോൾ കാര്യങ്ങൾ അറിയുന്ന
സ്നേഹവാനാണ് എൻ്റെ ദൈവം, സർവശക്തനാണ് ദൈവം. തൻ്റെ മക്കളുടെ കണ്ണുനീർ കാണുമ്പോൾ കാര്യങ്ങൾ അറിയുന്ന ദൈവമാണ് ഈ ദൈവം. സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്. എത്രയൊക്കെ വിശേഷണങ്ങൾ പറഞ്ഞാലും മതിയാകത്തിരുന്ന രാത്രിയിൽ. അപ്രകാരം അതിസുന്ദരനും വല്ലഭനും മഹത്വ സമ്പൂർണനുമാണ് എൻ്റെ ദൈവം. ഈ ദൈവം നമ്മളെ വിളിക്കുകയാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതകൾ, ഈ കർത്താവിന് മറവായിരിക്കുന്ന യാതൊന്നുമില്ല. അവിടുന്ന് വിശുദ്ധനാണ്, കരുണാമയനാകുന്നു, സ്നേഹമാകുന്നു, ദയാലുവാകുന്നു. ഹായ് ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല ദീർഘക്ഷമയുള്ളവനാണ്, നല്ലവനാകുന്നു. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. എല്ലായ്പ്പോഴും ഈ ദൈവം എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നല്ലവനാണ്. ഒരു കുറവ് പറയാനില്ല. മാത്രമല്ല ഇത്രയും ഗുണവിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ്. അവന് മറവായിട്ടൊന്നുമില്ല. എബ്രാഹിമിൽ വായിക്കുന്നുണ്ട്, അവന് മറവായിട്ട് ഒന്നുമില്ല, ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടിയാണ്. അവനുമായിട്ടല്ലോ നമുക്ക് കാര്യമുള്ളത്. ഈ ദൈവം എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ദ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് അവർ ലോഡ് ഫോർ മീ ആൻഡ് യു. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ വളരെ വലുതാണ്. മാത്രമല്ല പ്രിയമുള്ളൊരു ഏലോഹിയുമാണ് എന്ന് പറഞ്ഞാൽ ശക്തനായവനാണ്, സൃഷ്ടിപ്പിൻ്റെ ദൈവമാണ്. അവൻ അഡോണായാണ് എന്ന് പറഞ്ഞാൽ എന്താ? യജമാനാണ്, കർത്താവാണ്, ഭരിക്കുന്നവനാണ്. എലിയോൻ സർവാധിപതനാണ്. ഇങ്ങനെയുള്ള ബഹുവിധ ഗുണവിശേഷങ്ങളുള്ള ദൈവം തമ്പുരാൻ നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കണം. ഇന്ന് രാവിലെ നമ്മൾ ആരാധിച്ചു, വീട്ടിലിരുന്ന് ആരാധിക്കാം. അത് സഭയായിട്ട് ഒന്നിച്ചു കൂടി ഒന്ന് അപ്പം ഞുറുക്കി വീഞ്ഞുകളാൽ നമ്മൾ ഈ ദൈവത്തെ ആരാധിച്ചു അല്ലേ? അതോടെ ഭയത്തോടെ ഈ ദൈവത്തെ സേവിക്കണം. ദൈവത്തിൻ്റെ മുൻപാകെ ദൈവസേവയ്ക്കായിട്ട് കർത്താവെ അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്നവരുടെ എബിലിറ്റി അല്ല നോക്കുന്നത്, അവൈലബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെയും നിങ്ങളുടെ എബിലിറ്റി നോക്കിയിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി. പിന്നെന്താ? ആർ യു അവൈലബിൾ? എബിലിറ്റി അല്ല, അവൈലബിലിറ്റിയാണ് പ്രാധാന്യം. അപ്പം ദൈവം എന്നെ തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ ദൈവം ഉപയോഗിക്കും. ദൈവമേ, എന്നെ അങ്ങേക്ക് മാനപാത്രമായി അങ്ങയുടെ ഹിതപ്രകാരം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇതാ ഞാൻ സമർപ്പിക്കുന്ന എന്നെ ഇതാ നാഥ, അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങയുടെ ഉപയോഗിച്ചാലും. മാറ്റമില്ലാത്തവൻ, മാറാത്തവൻ ഈ കർത്താവായ യേശുക്രിസ്തു. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നു തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ അറിഞ്ഞതാണ്, എന്നാൽ ഇതൊരു ഡെയിലി പ്രോസസ്സാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇണങ്ങിയ പാത്രമായി നമ്മെ തന്നെ സമർപ്പിക്കണം. മാത്രമല്ല എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധത കാണിക്കുമ്പോഴാണ് ദൈവം തന്നെ നമ്മളെ ഉപയോഗിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. വളരെ ചുരുക്കമായിട്ട് പറയട്ടെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ബഹുവിധ ഗുണവിശേഷങ്ങളുള്ള നമ്മുടെ കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ സമർപ്പിച്ച് കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ഏക ഉദ്ദേശമുള്ളവരായിരിക്കണം. 100 കൂട്ടം കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് അതും ഗുണമില്ല ഇതും ഗുണമില്ല, ഒന്നും ശരിയാകാത്തൊരു നിലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഉപയോഗിക്കുന്നതിന് തടസ്സം വരത്തക്ക നിലയിൽ ഇന്ന് വളരെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് പ്രയോജനരഹിതരായി തീരുകയാണ് അനേകരും. എന്നാൽ ദൈവത്തിന് നമ്മെ പ്രയോജനകരമായി ഉപയോഗിക്കണമെങ്കിൽ നാം പല കാര്യങ്ങളിൽ ഇടപെടുന്നവരാകാൻ പാടില്ല. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം, ഇത് മാത്രമായിരിക്കട്ടെ പ്രഥമ ഉദ്ദേശം. അങ്ങനെയുള്ള ഉദ്ദേശമുള്ള ആളിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ധന്യനായ പൗലോസ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. പള്ളിക്കാരൊക്കെ പൗലോസ് സ്ലീഹ എന്ന് വിളിക്കും, മറ്റ് പല പേരുകൾ അറിയപ്പെടും. നാം വിളിക്കുന്ന ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമായ ധന്യനായ പൗലോസ് സ്ലീഹ ഫിലിപ്പിയർ 1:27 ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണം മാത്രം നടപ്പീൻ. ജയം നൽകുന്ന ദൈവത്തെ നമുക്ക് മാനിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണം മാത്രം നടക്കണം. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏക ഉദ്ദേശം ധന്യനായ പൗലോസ് ശ്ലീഹയുടെ ഏക ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു, എന്താ? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണം മാന്യമായി ആ നിലയിൽ ജീവിപ്പാൻ പൗലോസിനെ ദൈവം ഇടയാക്കി തീർത്തു. മറ്റെല്ലാ കാര്യങ്ങൾക്കും അർഹിക്കുന്ന സ്ഥാനം കൊടുക്കാം. ദൈവത്തിനും അവൻ്റെ വേലയ്ക്കും പ്രഥമ സ്ഥാനം കൊടുത്ത ആളാണ് പൗലോസ് ശ്ലീഹ. നാം കർത്താവിൻ്റെ കാര്യം നോക്കിയാൽ കർത്താവ് നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. അതിനൊരു വ്യക്തമായ ഉദാഹരണമാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന പലരുണ്ട്, ദൈവം പറഞ്ഞിരിക്കുകയാണ്, നീ എൻ്റെ കാര്യം നോക്കിയാൽ നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ കാര്യം നോക്കിയാൽ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. അത് സാധാരണ
ഈ മാർവാടികളോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരോ നോക്കുന്ന പോലല്ല പെർഫെക്റ്റായിട്ടാണ് കർത്താവ് നോക്കുന്നത്. 2 കാശിന് കുരിയിലിനെ വിൽക്കുന്നില്ലയോ, അവരൊന്നുപോലും എൻ്റെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. അതെ, കർത്താവ് സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് നോക്കിക്കൊള്ളു. ഹി വിൽ ടേക്ക് കെയർ ഓഫ് അസ്. മാത്രമല്ല കർത്താവ് തന്നെ തിരുവാമൊഴി പറഞ്ഞു, സീക്ക് ye first the kingdom of God. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്താൽ എന്തൊക്കെ ലഭിക്കും? അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര നോക്കുന്നത് പൗലോസ് അവരുടെ വേദനയോട് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 2:21 പറയുന്നുണ്ട്, ഇന്ന് അനേകരും യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ നോക്കുന്നത്. നമ്മുടെ പ്രധാന ഉദ്ദേശം കർത്താവിൻ്റെ കാര്യം നോക്കുക എന്നാകട്ടെ. പ്രിയമുള്ളവരെ, സെക്കറിയാവ് 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ച് സഹായിക്കാം. ഞാൻ ചില വാക്കുകൾ ഇടയ്ക്ക് വായിക്കാം. സെക്കറിയാവ് 3:7 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും. വായിക്കാം പ്ലീസ്. നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം പറയുകയാണ്. സെക്കറിയാവ് 3:7 പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും. അങ്ങനെ നടന്ന ഒരാളാണ് ആനോക്ക്. ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മുട്ടുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ദൈവം ധാരാളമായി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മെ നടത്താമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കി, ഈ കാര്യങ്ങൾ ചെയ്താൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ കുറഞ്ഞതൊരു 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാമെന്ന് പറയുക. എന്തൊക്കെയാണെന്നറിയാമോ? എൻ്റെ വഴികളിൽ നടക്കണം. 1, പ്രധാനമായി 4 ഉത്തരവാദിത്തങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എൻ്റെ വഴികളിൽ നടക്കണം, എൻ്റെ കാര്യം നോക്കണം, ദൈവത്തിൻ്റെ കാര്യം നോക്കണം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം, എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കണം, എൻ്റെ ആലയത്തെ പരിപാലിക്കണം. കർത്താവിൻ്റെ കാര്യം നോക്കുന്നവരിൽ കർത്താവ് പ്രസാദിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെയൊക്കെ പലരുടെയും നടപ്പും നിപ്പും പ്രവർത്തനങ്ങളും കണ്ടാൽ നമുക്കൊരുപാട് ബിസിയാണ് നാം എല്ലാവരും. ആർക്കാ സമയമുള്ളത്? ഒരു ബൈബിൾ ക്ലാസ് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കാൻ ആർക്കാ സമയമുള്ളത്? അതിപരിചയം ആപത്തായി മാറിയിരിക്കുക നമ്മുടെ ഇടയിൽ. ഇതിനെതിരെ പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിപരിചയം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ വായിച്ചത് റോമാലേഖനം എത്ര വായിച്ച 12:2 ബാക്കിയുള്ള വാക്യങ്ങൾ വായിച്ചോ, ഇതിൻ്റെ അകത്ത് ഇതൊക്കെ പറയാൻ പോകുന്നുള്ളൂ എന്ന് മുന്നമേ അങ്ങ് പറഞ്ഞേക്കുക. ചിന്തിക്കുക മനസ്സിൽ, അയ്യോ അത് പാടില്ല. എത്രയോ പേര് ദൈവം സ്നേഹവാനാകുന്നു എന്നുള്ളൊരു വാക്ക് കേൾക്കാൻ കൊതിക്കുന്നു. അപ്പോൾ നോക്കി, മുൻപ് അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടി ഇതൊക്കെ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം പറയുകയാണ്, നീ കർത്താവിൻ്റെ കാര്യം നോക്കിയാൽ നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ഏക ലക്ഷ്യമുള്ളവരായിരിക്കണം. പോയിന്റ് നമ്പർ 1. വിഭജിക്കപ്പെട്ട ഒരു ഹൃദയം ഒരിക്കലും പരിപൂർണ്ണ സംതൃപ്തി വരുത്തത്തില്ല. പൗലോസിന് ഒരു കാര്യം മാത്രമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം വിവാഹിതനാണോ അല്ലയോ അതൊന്നും അല്ല വിഷയം. ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലയോ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് നടത്തി വാദപ്രതിവാദങ്ങൾ നടത്തി പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒന്ന് ഞാൻ അറിയുന്നു, അല്ല ഒന്ന് ഞാൻ ചെയ്യുന്നു. പൗലോസിൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം അത് തന്നെയായിരുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വളരെയധികം കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു സ്വയം പരിശോധനയ്ക്ക് ഇന്ന് രാത്രി വിധേയപ്പെടാം. കർത്താവേ, എൻ്റെ ദൈവമേ, ഏക ഭാവമുള്ളയാളായിട്ട് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്നെ ഉപയോഗിക്കുമോ? നമ്മുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന കർത്താവ് കേൾക്കും, നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കി, ദൈവത്തിന് പ്രയോജനകരമായി ഉപയോഗിക്കാൻ കഴിയുന്നത് സ്വന്തം കാര്യങ്ങൾ അധികം സമയവും വിനിയോഗിച്ച് കഴിയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് വിജയകരമായി പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല. നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകേണ്ട കാര്യങ്ങൾ പലതും ഉണ്ടായേക്കാം. എന്നാൽ അപ്രകാരമുള്ള ചുമതലകളെ എത്രത്തോളം എണ്ണത്തിൽ ചുരുക്കാമോ അത്രത്തോളം എണ്ണത്തിൽ ചുരുക്കിക്കൊണ്ട് ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ഗോഡ്. ഫസ്റ്റ് ഗോഡ്, സെക്കൻഡ് ബാക്കി എല്ലാം സെക്കൻഡ് ആയിക്കോട്ടെ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദിനമതിൻ തുടക്കത്തിൽ മനുവേലിൻ മുഖാംബുജം കണ്ട് ഉണരുന്ന വ്യക്തിക്ക് 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കുന്നവരെ ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ഇവിടെ ഈ ടവർ ഷാലോമിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്. നമ്മളെ പാട്ടിൽ ഓർത്തതുപോലെ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. കഴിവല്ല, എബിലിറ്റി അല്ല, ഒന്നുമില്ല. വട്ടപൂജ്യമാ. ആരുടെ കാര്യം? എൻ്റെ കാര്യം ഞാൻ പറയുക. വട്ടപൂജ്യമാ, സീറോയാ. നിങ്ങളൊരു ബിഗ് സീറോ എന്ന് സമ്മതിച്ചാൽ ദൈവം നിങ്ങളെ ഒരു ഹീറോ ആക്കി മാറ്റും. സ്തോത്രം.
അപ്പം ദൈവത്തിന് പ്രസാദം വരുത്തുന്ന താല്പര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സന്തോഷപ്രദ പ്ലീസ് ഗലാത്യർ 2:20 വായിക്കാമോ? ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. പൗലോസ് പറയുന്നതിൻ്റെ വാക്കാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അതെ, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവനോട് തന്നെ പറയും, ലോകത്തോട് പറയും. എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അതായത് അതിൻ്റെ അർത്ഥം ഇതാണ്. ഇംഗ്ലീഷിലെ അക്ഷരമാലയിലെ ഐ നമ്മൾ എഴുതുമ്പോൾ അതിങ്ങനെ നേരെ നിൽക്കുക. ഈ ഐ എന്ന അക്ഷരം വളഞ്ഞാൽ മാത്രമേ സി ആകത്തുള്ളൂ അല്ലേ? നമ്മൾ കുനിഞ്ഞു കൊടുത്തെങ്കിൽ, വളഞ്ഞു കൊടുത്തെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എന്ന ഭാവം തകർക്കപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് യേശുവിന് പൂർണ്ണമായി നമ്മൾ വസിക്കുവാനും നമ്മിൽ കൂടി ദൈവത്തിൻ്റെ പ്രവർത്തനം നടത്തി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം വരത്തക്ക നിലയിൽ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യണമെങ്കിൽ ഞാൻ എന്ന ഭാവം പത്തിമടക്കണം. ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങളെല്ലാം ദൈവകൃപയിൽ നീക്കിക്കളഞ്ഞിട്ടുള്ളവനാണ്. അതായത് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുന്ന തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ദൈവം നന്നായി അറിയുന്നുണ്ട്. നമ്മുടെ ടി കെ ശർമ്മ സാറിന് എഴുതിയ പാട്ടുണ്ടല്ലോ, അല്ല ടി കെ ശർമ്മ സാറാണോ എന്ന് അറിഞ്ഞുകൂടാ. അവൻ നന്നായി അറിഞ്ഞല്ല എനിക്കൊന്നുമേ അനുഭവത്തിൽ അഖിലവും എൻ്റെ നന്മ കരുതിയല്ലോ, അവൻ ചെയ്യുന്നതു മൂലം ഭയമില്ലെന്നിൽ. അറിയുന്നല്ലോ, ദൈവം അറിയുന്നല്ലോ, എൻ്റെ ഭാവിയാകെ ദൈവം അറിയുന്നല്ലോ. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നൊരു ദൈവമുണ്ട്. സങ്കീർത്തനം 57 1 2 വാക്യങ്ങൾ, Psalms 57 1 and 2. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം അങ്ങയുടെ ചെറുകടിൽ എന്നെ മറച്ചു കൊള്ളണമേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ നമുക്ക് വേണ്ടി അക്കംപ്ലിഷ് ചെയ്യുന്ന ദൈവം, അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് നേരിടുന്ന തടസ്സങ്ങളെയൊക്കെ മാറ്റി ദൈവ കൃപയുള്ളവനാക്കി നമ്മളെ ഉപയോഗിക്കാൻ തക്കണം ദൈവത്തിന് പ്രസാദം തോന്നും. അപ്പം കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അതൊരു പ്രത്യേകതരം എന്തെങ്കിലും ഈ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രാത്രിയിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ക്ഷമയോദിക്കാം. കർത്താവ് നമ്മളോട് ക്ഷമിക്കട്ടെ. മറ്റുള്ളവരോട് എന്തെങ്കിലും നിരാശയാണോ, അസൂയയാണോ, ഇങ്ങനെ വ്യത്യസ്ത നിലയിലുള്ള ഭാവങ്ങളാണോ, എന്തായിരുന്നാലും ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വിചാരത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വിശുദ്ധി പാലിക്കണമെന്ന്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വിചാരത്തിൽ, അതുപോലെ നമ്മുടെ പ്രവൃത്തിയിൽ വരുന്ന പാപങ്ങൾ നമ്മെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം നിൽക്കുകയാണ്. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം കരുണയുള്ളവനാണ്. നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിക്കും. പാപസ്വഭാവങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് പ്രയോജനമുള്ളവനായിരിക്കാൻ സാധ്യമല്ല. ഇസ്രായേലിനെ വീഴ്ചയിലേക്ക് നയിച്ചത് ആഖാൻ എന്നൊരു മനുഷ്യൻ്റെ പാപമാണ്. ആഖാൻ എന്ത് ചെയ്തു? കിട്ടിയതൊക്കെ കൊണ്ടുപോയി വീടിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. അതാരും അറിഞ്ഞില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്തു? ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ഹൃദയത്തിൻ്റെ വാതിലിൻ്റെ പിന്നിൽ ഒരു തട്ടിനകത്ത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും കാണുവാൻ സാധിക്കാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന വല്ല പാപമുണ്ടോ? ആകാൻ പിടിക്കപ്പെട്ടു, കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. പ്രിയമുള്ളവരെ, നമുക്ക് കാര്യമുള്ളത് നമ്മുടെ കർത്താവ് രാജാതിരാജാവായ കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആ കർത്താവ് നമ്മളെ നോക്കുന്നു, അവൻ നമ്മളെ മനസ്സിലാക്കുന്നു. അവന് മറവായിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ മുൻപിൽ അഭിനയം സ്വീകാര്യമല്ല. അഭിനയിക്കുന്നവരൊന്നും ദൈവത്തിന് ഉപയോഗിക്കേണ്ട, അവരെ ആവശ്യമില്ല. അഭിനയിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ, അഭിനയം. ഇന്ന് അനേക സ്ഥലങ്ങളിൽ നടക്കുന്ന ഇതാ, ഭയങ്കര അഭിനയമാണ്. ആക്ടേഴ്സിനെ ദൈവത്തിന് വേണ്ട. പിന്നെ മനസ്താപമുള്ളവരെ, കരുണയും ദയയും ഉള്ളവരെ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുന്നവരെ, അവരെയാണ് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയത്തെ ശോധന ചെയ്യുന്നതിന്, ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ജീവിക്കുന്നുണ്ട്. യിരെമ്യാവ് 17 അധ്യായത്തിൻ്റെ 9 10 വാക്യങ്ങൾ വായിക്കാമോ? യിരെമ്യ ചാപ്റ്റർ 17 വേഴ്സ് 9 to 10. യിരെമ്യ 17 9 10 വാക്യങ്ങൾ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞെറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം നടപ്പിനനുസരിച്ച് ഹൃദയങ്ങളെ ശോധന ചെയ്ത് ദൈവം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് പാപത്തിൽ തുടരുക എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആ ഭയാനകത വിട്ട്
ദൈവത്തിലേക്ക് വരണം. ഇസ്രായേൽ മക്കൾ നമുക്കറിയാം, സംഖ്യാപുസ്തകം 14:34 എടുത്ത് വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം 40 സംവത്സരം നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ചു, എൻ്റെ അകൽച്ച അറിയും. ദൈവം പറയുക, ഇസ്രായേൽ മക്കളോട് പറയുക, നിങ്ങൾ എൻ്റെ അകൽച്ച അറിയും. ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം 40 സംവത്സരം ഇവർ അവരുടെ അകൃത്യം വഹിച്ചുകൊണ്ട് നടന്നു. എൻ്റെ അകൽച്ച അറിയും എന്ന് പറഞ്ഞാൽ ദൈവസനിൽ ചെയ്യുന്ന പാപത്തിൻ്റെ ഭയങ്കരതയും ശിക്ഷാവധിയും എത്ര വലുതാണ്. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യു ഷാൽ നോ മൈ റിജക്ഷൻ. ദൈവം പറയുകയാണ്. അതൊക്കെ ഇതിലൊക്കെ ദൈവസന്നിധിയിൽ ചെയ്യുന്ന പാപത്തിൻ്റെ ഭയങ്കരതയും ശിക്ഷാവധി എത്ര വലുതാണ്. പാപം ചെയ്തുകൊണ്ട് രഹസ്യത്തിൽ കഴിയുന്നവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെ ദൈവത്തിന് വേണ്ട. എനിത്തിങ് വിച്ച് ഡിസ്പ്ലീസസ് ഗോഡ് ഈസ് സിൻ ആണ് സൺഡേ സ്കൂളിലും BBSനൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എനിത്തിങ് വിച്ച് ഡിസ്പ്ലീസസ് ഗോഡ്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അഭിനയിച്ച് നടന്നാൽ ദൈവം ഇത് കണ്ടുപിടിക്കും. ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ അകൽച്ച അറിയും, യു ഷാൽ നോ മൈ റിജക്ഷൻ. ദൈവം തന്നെ ജനത്തിൽ നിന്നും അകന്നു കഴിയുന്ന എത്ര ഭയാനകമായ കാര്യമാണല്ലേ. ദൈവത്തെ അകന്ന് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ സാത്താൻ നമ്മളോട് അടുത്ത് വരും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ വേദഭാഗം എടുത്ത് വായിക്കണമെന്നില്ല, ഒരിടത്ത് പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നന്ന്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. അടുത്തിരിക്കുന്നതാണ് അനുഗ്രഹം. ദൈവത്തോട് അടുത്തിരിക്കുന്നവരെ ദൈവം ഉപയോഗിക്കും. പാപത്തോട് കളിക്കാതെ നോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം നമ്മെ ഉപയോഗിക്കും. ഇന്ന് പാപത്തെ വളരെ ലാഘവത്തോടെ എടുത്ത് കളിക്കുക ആൾക്കാർ. അതിനൊരു ഒരു 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 ലാഘവത്തോടാണ് ഇതിനെ കാണുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ X or Y ആരായാലും അങ്ങനെയുള്ള ആളിനെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് വിട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. റോമർ 12:13 വരാം. റോമൻസ് ചാപ്റ്റർ 12:13 13 വാക്യം. 12:13. അതെ, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മൂന്നാമത്തെ ഗുണം, ഒന്നും രണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. മൂന്നാമത്തെ ഗുണം, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ വിജയകരമായി പ്രാർത്ഥിക്കുവാൻ ശീലിച്ചവനായിരിക്കണം. രഹസ്യ പ്രാർത്ഥന ശീലിച്ചവനായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പേർക്ക് രഹസ്യ പ്രാർത്ഥന ഒരു ശീലമായിട്ടുണ്ട്? ഇതൊക്കെ പ്രസംഗിക്കാനായിട്ട് എളുപ്പമാണ്, ക്ലാസ്സിലെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് ശീലിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ പ്രേ ബിഫോർ, പ്രേ ഡ്യൂറിങ്, പ്രേ ആഫ്റ്റർ. ഇപ്പം തന്നെ ഈ ബൈബിൾ ക്ലാസ്സിന് മുമ്പ് എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഇപ്പോഴും എനിക്കറിയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളുണ്ട്. ഇത് കഴിഞ്ഞിട്ടും പ്രാർത്ഥന തുടരുക. ഈ ബൈബിൾ ക്ലാസ് മാത്രമല്ല, ഏത് ദൈവിക ശുശ്രൂഷ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റെടുത്താലും പ്രേ ബിഫോർ, പ്രേ ഡ്യൂറിങ്, പ്രേ ആഫ്റ്റർ. C.H. സ്പർജൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥന ഒരിക്കലും ആവശ്യത്തിലധികമായി പോവുകയില്ല. ഇച്ചിരി കൂടിപ്പോയെന്ന് ഒരിക്കലും ഉണ്ടാകത്തില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും ആവശ്യത്തിലധികമായി പോവുകയില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ മൂർച്ചയേറിയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരെല്ലാവരും പ്രാർത്ഥന മനുഷ്യരായിരുന്നു. നീലിംഗ് ക്രിസ്ത്യൻസ് പറഞ്ഞ ബുക്കുണ്ട്, എൻ്റെ ഉണ്ട്, അതിൻ്റെ മലയാളമുണ്ട്. അവിടെ ഇങ്ങനെ ആ ബുക്കിൽ ഇങ്ങനെ വായിക്കുന്നത്, നമ്മുടെ എല്ലാ പരാജയങ്ങളുടെയും കാരണം രഹസ്യം, നാം രഹസ്യ പ്രാർത്ഥന ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അധികാരത്തെ എഴുന്നേറ്റ് ഉണരാം, നമുക്കിന്ന് ഉണരാം. ഉടയവനോടൊരു വാക്ക് പറയാനായിട്ട് അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന ഭക്തന്മാർ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ന്യൂ ജനറോട് ഞാൻ പറയാം, ന്യൂ ജനറേഷൻ, നിങ്ങൾക്ക് രഹസ്യ പ്രാർത്ഥന ശീലമുണ്ടോ? ദൈവം ഇത് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാ പരാജയങ്ങളുടെയും രഹസ്യം നാം രഹസ്യ പ്രാർത്ഥന ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥനയിലൂടെ സർവേശ്വരന്റെ മുൻപിൽ ഹൃദയം പകരുന്ന വിശ്വാസിയെയാണ് വിജയകരമായി ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെ വളരെ പരിചയമുള്ളൊരു വ്യക്തിയാണ് ജോൺ ബെനിയൻ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയോടുള്ള പ്രതികരണമായിട്ടല്ലാതെ ദൈവം യാതൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം പറയുക. ജോൺ ബെനിയൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥനയോടുള്ള പ്രതികരണമായിട്ടല്ലാതെ ദൈവം യാതൊന്നും ചെയ്യുന്നില്ല. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമൊന്നുമില്ല. പ്രാർത്ഥിച്ചാൽ ദൈവം പരിഹാരം നൽകും, പ്രാർത്ഥിച്ചില്ലേലൊന്നും സാധിക്കില്ല. പ്രാർത്ഥിച്ചാൽ ദൈവം പരിഹാരം നൽകും, പ്രാർത്ഥിച്ചില്ലേലൊന്നും സാധിക്കില്ല.
പ്രാർത്ഥിച്ചാൽ ദൈവം പരിഹാരം നൽകും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. കണ്ണുനീര് കാണുമ്പോൾ കാര്യങ്ങൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചില സമയങ്ങളിൽ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന് പ്രാർത്ഥന അനിവാര്യമായിരുന്നെങ്കിൽ, അത്യാവശ്യമായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്ര അധികം പ്രാർത്ഥന ആവശ്യമാണ്, അല്ലേ? ഞാൻ സാധാരണ പറയാറുണ്ട്, ക്യാമ്പിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ചില ഡോറയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ടെലിഫോൺ ബൂത്തിൽ, ഹോസ്പിറ്റലിൽ, ഹോട്ടലിലൊക്കെ ചെല്ലുമ്പം അവിടെ ഡോറയിൽ തന്നെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പുഷ് എന്ന് പറഞ്ഞാൽ തള്ളി തുറക്കുക. അത് ഞാനൊരു ഡെഫിനിഷൻ എൻ്റേതായിട്ട് കൊടുത്തിട്ടുണ്ട്, പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്. പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്. നമ്മളെ ദൈവത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ ഇന്നാളെ ഉപയോഗിക്കണേ എന്ന്. പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്. ആ ആളെ ദൈവം ഉപയോഗിക്കുവോളം നമ്മൾ പ്രാർത്ഥിക്കുക. സഭയിൽ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിയെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്. പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്. പുഷ് ചെയ്താൽ മതി, ദൈവം മറുപടി നൽകും, യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, നമുക്കുള്ള അനുഗ്രഹം, C.H. വർജൻ സാർ തന്നെ, C.H. വർജനാണല്ലോ പ്രിൻസ് ഓഫ് ദ പ്രീച്ചർ, അദ്ദേഹം വീണ്ടും പറയുകയാണ്, നമുക്കുള്ള അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയുടെ അകലത്തിൽ ദൈവം സൂക്ഷിച്ചിരിക്കുക. ധാരാളം അനുഗ്രഹങ്ങൾ കെട്ടിക്കിടക്കുക, പ്രാർത്ഥനയുടെ അകലത്തിൽ അത് സൂക്ഷിച്ചിരിക്കുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. മാത്രമല്ല, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പ്രാർത്ഥനാ ജീവിതം ഉള്ള വ്യക്തി തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന് ആവശ്യം. 2 ദിനവൃത്താന്തം, 2 Chronicles chapter 16 verse 9 എന്ന് വായിക്കാമോ? 2 ദിനവൃത്താന്തം 16:9. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ താൻ നോക്കുമ്പോൾ നമ്മളെ കാണാൻ സാധിക്കുമോ? മുട്ടുമടക്കി കട്ടിലിൻ്റെ അടുത്ത് ഇരുന്ന്, അല്ലെങ്കിൽ മുറിയുടെ ഏതൊരു ഭാഗത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മെ കാണാൻ സാധിക്കുമോ? ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമായത്. പ്രാർത്ഥിക്കാതെ ഒന്നും സാധിക്കത്തില്ല. പ്രാർത്ഥിച്ചാൽ പരിഹാരമുണ്ട് എല്ലാത്തിനും. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിനോട് പലതും പറയാനും കർത്താവിൽ നിന്ന് പലതും കേൾക്കാനുള്ള സന്ദർഭമാണ് ഈ ക്വയറ്റ് ടൈം എന്ന് പറയുന്നത്, ശാന്തസമയം എന്ന് പറയുന്നത്. ദൈവത്തോട് ഒത്തിരി കാര്യം നമുക്ക് പറയാനുണ്ട്. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് ദാവീദ്. ഇങ്ങനെ പറയുകയാണ്, ദാവീദിൻ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുകയാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ചിൽഡ്രൻസ് ക്ലബിലും BBSനും ഒക്കെ അത് മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ട്യൂൺ കൊടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. അവനെൻ്റെ പ്രാർത്ഥന കേൾക്കും, അവനെൻ്റെ പ്രാർത്ഥന കേൾക്കും. അതെ, ദാവീദിനെ വിടുവിച്ച ദൈവം, ദാവീദിനെ ഉപയോഗിച്ച ദൈവം നമ്മുടെയും പ്രാർത്ഥന കേൾക്കും. പക്ഷേ എങ്ങനെ വേണം? കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയണം. അങ്ങനെ കരഞ്ഞൊരു വ്യക്തിയാണ്, ദൈവം ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ദാനിയേൽ. 6:10 എന്ന് വായിക്കാമോ? ദാനിയേൽ താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേൽ ചാപ്റ്റർ 6 verse 10 അവസാന ഭാഗത്ത് 11 ഇങ്ങനെ പറയുകയാണ്, ദൈവം ദാനിയേലിനെ ഉപയോഗിച്ചു, അവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു. ഒന്ന് വായിക്കാമോ? താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അതെ, സാധാരണ ചെയ്തു വന്ന കാര്യം തന്നെ ദാനിയേൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ച ദൈവത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവം ദാനിയേലിനെ ഉപയോഗിച്ചു, ദാനിയേൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു. എക്സ്ട്രാ ഓർഡിനറി കാര്യം ചെയ്യുവാനായിട്ട് ദാനിയേലിനെ ദൈവം ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ്? പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ്. എനിക്ക് പച്ചവെള്ളവും പച്ചക്കറി തന്നാൽ മതി എന്ന് ദാനിയേൽ പറഞ്ഞല്ലേ. പച്ചവെള്ളവും പച്ചക്കറി തന്നാൽ മതി, ശാഖപദാർത്ഥം മതി. മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം അവിടെ കൊടുക്കുകയും ചെയ്തു. പ്രാർത്ഥനയിൽ പോരാടുകയും സർവായുധവർഗം ധരിച്ച് പോർക്കളത്തിൽ നിൽക്കുകയും ചെയ്യുന്ന വിശ്വാസിയെ തോൽപ്പിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. 2 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി ഇടുക്കിയിൽ മാങ്കുളം എന്ന സ്ഥലത്ത് കുറച്ച് സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ റാന്നിയിൽ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്.
കോട്ടയം പുതുപ്പള്ളിയിൽ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരാൾക്ക് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്ഥലത്തിന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ആ വർക്കിൽ നമ്മൾ ഇൻവോൾവ് ആകാൻ നേരം. ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ നിലയിലുള്ള ശീലങ്ങളുള്ള ആളാണെങ്കിൽ ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കും. കർത്താവ് വരാൻ അടുത്തിരിക്കുകയാണ്. മാറാനാഥ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇതാ കർത്താവ് വേഗം വരുന്നു. കർത്താവ് വേഗം വരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് സുവിശേഷങ്ങളൊക്കെ നോക്കി അറിയാം. കർത്താവ് വേഗം വരുമായതുകൊണ്ട് കുറച്ച് ട്രാക്റ്റീവ് എടുത്തുകൊണ്ട് ഇറങ്ങിക്കൂ. നാരാഞ്ചിറ, പിന്നെ മണ്ണന്തല, പേരൂർക്കട, പിന്നെ പാളയം, ഇവിടെ എല്ലാം പോയി ട്രാക്റ്റ് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, കർത്താവ് വരാൻ അടുത്തിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പേ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും. വിജയകരമായി പ്രവർത്തിക്കുവാൻ ശീലിച്ചവരെയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാർ എല്ലാവരും പ്രാർത്ഥനയിൽ പോരാടിയവരാണ്. പ്രിയമുള്ളവരെ, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വിധേയപ്പെടുത്തി കൊടുക്കണം. അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഏക സ്വഭാവമുള്ളവർ മാത്രമല്ല, ഏക ലക്ഷ്യമുള്ളവർ മാത്രമല്ല ആയിരിക്കേണ്ടത്, അവർ ദൈവവചനം പഠിക്കുന്നവരുമായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനം പഠിക്കണം. അതായത് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണല്ലോ. ദൈവമേ, ഞാൻ എന്നെ തന്നെ നിനക്കായി തരുന്നു, എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഈ പാട്ടുപുസ്തകത്തിൽ ഒരു പാട്ടുണ്ട്, പിന്നെ 414 പാട്ടാണ്. അതിൻ്റെ ട്യൂൺ എനിക്കറിയത്തില്ല, നാഗൽ സാഹിബ് എഴുതിയ പാട്ടാണ്. ആ ഗാനത്തിൻ്റെ ഇപ്രകാരം പറയുന്നുണ്ട്. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന വരികളിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒരു പ്രതിഷ്ഠാഗീതമായിട്ട് അതിൻ്റെ ഓരോ അടിയും പാടുവാൻ നമുക്ക് സാധിക്കുമോ? 414 പാട്ട് നാഗൽ സാഹിബ് എഴുതിയ പാട്ടാണത്. അത് പാടാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ വരികൾ, എൻ്റെ ട്യൂൺ എനിക്ക് ഓർമ്മയില്ല. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന വരികൾ ഞാനൊന്ന് ആവർത്തിക്കട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് ട്യൂൺ അറിയാത്ത പല പാട്ടുകളും ആത്മീയതകളുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ വരികളിലൂടെ പോയി ദൈവത്തെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ടേക്ക് മൈ ലൈഫ് എന്നുള്ള ഇംഗ്ലീഷിൻ്റെ പരിഭാഷയാണെന്ന് തോന്നുന്നു. എടുക്ക എൻ ജീവനെ നിനക്കായ എൻ യേശുവേ, അന്ത്യശ്വാസത്തോളം താനെഞ്ചതിൽ ഹല്ലേലൂയ. എടുക്ക എൻ്റെ കൈകളെ, എടുക്ക എൻ്റെ നാവിനെ, എടുക്ക എൻ കണ്ണുകൾ, കേൾക്കുവാൻ മർമ്മങ്ങൾ, കണ്ണിന് പ്രകാശം, നിന്നെ കാണുവാൻ സർവ്വതാ എപ്പോഴും നിന്നെ കാണുവാനായിട്ട്. എടുക്ക എൻ ബുദ്ധിയെ, എടുക്ക എൻ ഹൃദയം. ഇത് ആത്മാർത്ഥമായിട്ട് അർത്ഥം മനസ്സിലാക്കി പാടാൻ സാധിക്കുമോ? ആ വരികളുടെ പോകാൻ നമുക്ക് സാധിക്കുമോ? ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും: എൻ്റെ കണ്ണുകളെ എടുക്ക ദൈവമേ, എടുക്ക എൻ ഹൃദയം, അത് നിന്റെ സിംഹാസനമാകട്ടെ. എടുക്ക എൻ്റെ ഭവനം, നിനക്ക് എപ്പോൾ ആവശ്യവും യോഗത്തിനും ശിഷ്യന്മാർക്കും ഞാൻ തുറന്നു കൊടുക്കുന്നു. എടുക്ക എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കളെയും യേശുവെ നീ എടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോട് എഴുതിയിരിക്കുക. എടുക്ക എൻ യേശുവേ, എന്നെ തന്നെ പ്രിയനേ, എന്നേക്ക് നിനക്ക് എന്നെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കൈയിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടുന്നൽ മാനസം ദേഹം നിദേഹം നിന്നിതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നേ. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പാൻ കൃപ നൽകും, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കൃപ നൽകും. മാത്രമല്ല, കഴിയുന്നിടത്തോളം എല്ലാവരും സകല മനുഷ്യരോടും സമാധാനമായിരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ലോർഡ് ഗോഡ് വാണ്ട് ടു യൂസ് യു ആൻഡ് ഐ. എന്നെയും നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. സമർപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് രാത്രിയിൽ കേട്ട വചനം അതിന് മുഖാന്തരമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ ലളിതമായി ശക്തമായി പ്രാർത്ഥനയെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലൊരു സുഹൃത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, നിനക്ക് കഴിയില്ല എന്നെനിക്കറിയാം, എന്നാലും ഞാനങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞു. അന്ന് രാത്രി സ്വപ്നം കാണുകയാണ്. കർത്താവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു: നീ എന്തൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്? നിനക്ക് ആ മറുപടിയും കൊണ്ട് നിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ വന്നിരുന്നു, പക്ഷെ ആ സെൻറ്റൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ മറുപടി അവിടെ വെക്കാതെ അത് വേറൊരു ഭവനത്തിൽ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോരും. അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈല്, ഒരു രീതി, അപ്പോസ്തലനായ പൗലോസ്, ശീലാസ്, പത്രോസൊക്കെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ കർത്താവെ, ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണമേ, ഇവിടുന്ന് വിടുവിക്കണമേ എന്നല്ല അവർ പ്രാർത്ഥിച്ചത്.
ഞാനിങ്ങനെ ചിന്തിക്കുന്ന കർത്താവെ, ഇവിടെ കിടന്ന് ഈ കഷ്ടത അനുഭവിക്കുവാനും നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ് കർത്താവെ, ആ കൃപ എനിക്ക് വേണം. ഒരുപക്ഷെ അതായിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ ഫലകരമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, ശബ്ദം തന്നിട്ടുണ്ട്, ശാന്തമായ അന്തരീക്ഷം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സമയം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ എത്രത്തോളം നാം സമർപ്പണമുള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതയാത്രയിൽ ആകുന്നിടത്തോളം അടുത്തും അകലെയും ഓടി നടന്ന് കർത്താവിൻ്റെ വേലയിൽ വളരെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവ് തൻ്റെ യാത്രയിൽ ഒരു അത്തിവൃക്ഷം കണ്ടു. നല്ല ഇലകളുണ്ട്, നിറച്ചിലകൾ, നല്ല തടി, നല്ല വേര്, നല്ല തണല്. കൊള്ളാം. അത്തിവൃക്ഷമാണെങ്കിൽ ഇങ്ങനെ വേണം. അതല്ല കർത്താവ് അവിടെ നോക്കിയത്. അവിടെ വായിക്കുന്നത് അതിൽ ഫലമില്ലായിരുന്നു. പലപ്പോഴും ഇലകൾ കൊണ്ട് നമ്മൾ അഭിമാനപ്പെടും. എനിക്ക് ഇലയുണ്ടല്ലോ, എനിക്ക് നല്ല തടിയുണ്ട്, എനിക്ക് നല്ല വേരുണ്ട്, നല്ല തണൽ ഞാൻ കൊടുക്കുന്നു. കർത്താവിന് ഇതൊന്നുമല്ല ആവശ്യം, ഫലം. കർത്താവിൻ്റെ ദാസനിലൂടെ ഒരുപക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ ആ വരവിങ്കൽ അനേകം നൂറുകണക്കിന് സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ അന്നൊരു വാക്ക് പറയും, പ്രിയ കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷയിലൂടെയാണ് എനിക്ക് കർത്താവിനെ അറിയാനിടയായത്. തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ പല പ്രതിസന്ധികളിലൂടെ, അപകടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും അവിടെ എങ്ങും തളർന്നു പോകാതെ ഇന്നും സധൈര്യം മുമ്പോട്ട് ഓടുന്നത് കർത്താവ് തരുന്ന കൃപയുടെ ശക്തി കൊണ്ടാണ്. പ്രിയ കർത്താവിൻ്റെ ദാസനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഉണ്ടാകട്ടെ. TBF-ന്റെ പേരിൽ ദൈവനാമത്തിൽ എല്ലാ നന്ദിയും എല്ലാ സ്നേഹവും പ്രാർത്ഥനയും കർത്താവിൻ്റെ ദാസനോട് ഞങ്ങൾ അറിയിക്കുന്നു. മേൽക്കുമേൽ ദൈവം ശക്തി തരട്ടെ. വീണ്ടും ഞങ്ങളോടൊപ്പം കടന്നു വന്ന് ദൈവവചനവുമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത വിശുദ്ധ ദിവസം വൈകുന്നേരവും മറ്റൊരു മെസ്സേജുമായിട്ട്, അനുഭവങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് പിരിഞ്ഞു പോകാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനോട് ചേർന്ന് കർത്താവിൻ്റെ ദാസൻ മാമുക്കുരിയച്ചൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകുന്നേര സമയത്തും കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ രാവിലെ അങ്ങേ മേശ വെച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്നിടവരുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഓർക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വൈകുന്നേര സമയം കർത്താവെ വചനത്തിന് മുൻപായിട്ട് ഞങ്ങൾക്ക് ആയിരിക്കാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടി ജീവിതത്തിൽ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിനുവേണ്ടി ഞങ്ങളുടെ ദാസനെ ദൈവമേ ഇബ്രാഹിം ജേക്കബിനെ കർത്താവെ ഞങ്ങളുടെ മധ്യയിൽ നിന്ന് കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനിൽ നിന്ന് കർത്താവെ അനേക അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഇന്ന് കേൾപ്പാൻ ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടിയ സമയമാണ് ഇതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ജീവിതത്തിൽ വളരെയധികം പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഞങ്ങൾ സമ്മതിക്കുന്നു. സമയമെടുത്ത് കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാനും ദൈവമേ ആ ദൈവസന്നിധിയിൽ ഇരുന്ന് അനേക കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാനും സാധിച്ചിട്ടില്ല. കർത്താവെ, അതെല്ലാം ഒരു കുറവായിട്ട് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വചനകേൾവിയുടെ അടിസ്ഥാനത്തിൽ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ദൈവമായിട്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കാര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ ദാസനിൽ കൂടി കേട്ട് കർത്താവെ ഞങ്ങൾ സന്തോഷിക്കുവാൻ, ഹൃദയങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം ഇന്നൊരു അവസരം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുവിശേഷ വേലകളെയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മധ്യയെ അനേക ശുശ്രൂഷകൾ താൻ ധൈര്യത്തോട് ചെയ്യുന്നുണ്ട്, സന്തോഷത്തോട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ കർത്താവ് ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ കർത്താവെ ദൈവ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ഇനിയും ധാരാളം ആവശ്യങ്ങൾ കർത്താവെ ഉണ്ട്. അതിനുള്ള ആരോഗ്യം ബലം അങ്ങയുടെ ദാസന് കൊടുക്കുകയും
സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രയും പേർക്ക് ഇന്ന് കടന്നു വരുവാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് തന്നതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ദൈവം ഇടവരുത്തിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആളാംപ്രതി കർത്താവെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ TBF-ൻ്റെ മിനിസ്ട്രിയെ ഇത്രത്തോളം അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായിട്ട് നിങ്ങളുടെ സ്തോത്രം. തീർച്ചയായിട്ടും ദൈവനത്തിന് കർത്താവെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മിനിസ്ട്രിയായിട്ട് തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. എൻ്റെ പുറയിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായിട്ട് നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ ഹിതമെങ്കിൽ അടുത്ത ആഴ്ചയും ഞങ്ങൾക്ക് ഇതുപോലെ കടന്നു വരുവാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. പാട്ടുപാടി സഹായിച്ച കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയുടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.